കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ സാറ് ഇപ്പോൾ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. സാറിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ, സാർ ഇവിടെ ആയിരിക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള ചിന്തകൾ. സാർ സ്വാഗതം. പ്രത്യേകിച്ച് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് അങ്ങ് ഇവിടെ എത്തിയിരിക്കുകയാണ് മർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണും? ഫ്രാൻസിസ് പാപ്പ ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയും അതോടൊപ്പം പാപ്പയുടെ പ്രവർത്തനങ്ങളിലൂടെ ജനലക്ഷ്യങ്ങളെ മാത്രമല്ല ലോകത്തെ തന്നെ കീഴടക്കിയ സ്നേഹസാന്ദ്രമായ ഒരു ജീവിതമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ. ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് പാപ്പയെ വ്യത്യസ്തനാക്കിയതും അത് തന്നെയാവും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് സ്നേഹവും വിശ്വാസവും പ്രത്യാശയും അത് ഏറ്റവും കൂടുതൽ ജനങ്ങളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മതങ്ങൾക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നു. സ്നേഹത്തെയാണ് ജാതിമത വർഗ ചിന്തകൾക്കപ്പുറത്തോട്ട് പാപ്പ കണ്ടത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ജനവിഭാഗം പാപ്പയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഇന്ന് വത്തിക്കാനിൽ എത്താൻ കഴിഞ്ഞതിൽ വലിയ കൃതജ്ഞതയോടുകൂടിയാണ് ഞാൻ ഓർക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി എന്നുള്ളത് ഇവിടെ വന്നിത് കാണുമ്പോൾ എൻ്റെ വിശ്വാസ തീക്ഷ്ണതയും കൂടുതൽ വർദ്ധിക്കാൻ എനിക്ക് ഇടം നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്ന രാഷ്ട്ര തലവന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, അതോടൊപ്പം വിവിധ തലത്തിലുള്ള വലിയ വിശ്വാസ തീക്ഷ്ണതയിൽ പ്രവർത്തിച്ചു വളർന്നു വന്നവരെല്ലാം ലക്ഷോപലക്ഷം ആൾക്കാരാണ് ക്യൂ നിന്ന് പാപ്പയെ കാണാൻ വേണ്ടി രാവും പകലും ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്. നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും മാർപ്പാപ്പ ഒരു മാതൃകയാണ്, ഒരു പരിശീലന കളരിയാണ്. ഇതൊക്കെ ഇന്ന് കാണുകയും കേൾക്കുകയും ലോകത്തോട് എങ്ങനെയാണ് ഒരു മഹത് വ്യക്തി എൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചതെന്ന് തിരിച്ചറിയാനും കഴിയുന്ന ഒരു സന്ദർഭത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ അങ്ങേ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഏതൊരു കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് മൂർച്ചയുണ്ട്. പറഞ്ഞ വാക്കുകൾ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് തന്നെ തീക്ഷ്ണമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഭാഗമാണ്. പ്രത്യാശ അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗുരുതരമായ രോഗാവസ്ഥയിൽ തുടരുമ്പോഴും ലോകത്തെമ്പാടുമുള്ള ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യാശയിലാണ് പാപ്പ നിന്നത്. ഇന്നൊരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ, മാനസിക തകർച്ച ഉണ്ടാകുമ്പോൾ, നമ്മൾ സകലതും വിട്ട് ചിന്തിക്കുന്ന നിലവരെ ആയിരിക്കുന്നു എന്ന് കാണുന്നത് എത്രയോ വലിയ നമ്മുടെ സമൂഹത്തെയും ജീർണതയിലേക്കാണോ നയിക്കുന്നതെന്ന് തോന്നിക്കാൻ പോലും സാധിക്കും. അപ്പോൾ പാപ്പയുടെ പ്രത്യാശയിൽ അർപ്പിത മനോഭാവത്തോടുകൂടി ചിന്തിച്ചാൽ ആ ജീവിത മാതൃക എല്ലാവർക്കും സ്വീകരിക്കുന്ന ഉദാത്തമായ ഒരു ലക്ഷ്യബോധത്തിൻ്റെ മാതൃകയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പൊതുപ്രവർത്തകർക്കും മാർപ്പാപ്പ വലിയ മാതൃകയാണ്. അധികാരവും ഭരണസമൂഹവും എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹം നല്ലവണ്ണം പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ കാണാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും, എന്നാൽ അതോടൊപ്പം നർമ്മത്തിൽ കലർന്ന കുശലങ്ങൾ പറയാൻ പാപ്പ സമയം കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യത്തെക്കുറിച്ചും കാലിൻ്റെ വേദനയും നടുവേദനയും സംബന്ധിച്ചെല്ലാം അധികാരം ഒഴിയേണ്ടി വരുന്ന സാഹചര്യമാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടി, കാലുകൊണ്ടും നടുകൊണ്ടും അല്ലല്ലോ സഭയെ ഭരിക്കുന്നത്, ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടുമല്ലേ എന്നുള്ള ചോദ്യം നർമ്മത്തിൽ കലർന്നതാണെങ്കിലും ഐശ്വര്യകരമായി തോന്നുന്നു. അപ്പം തൻ്റെ പ്രായത്തെ വെല്ലുന്ന വിശ്വാസ തീക്ഷ്ണതയും അധികാരത്തിൻ്റെ പ്രവർത്തനവും
സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ് ഒരു പുരുഷായുസ് എന്ന് ദൈവ നിയോഗമായി കണ്ട് ദൈവജനത്തെ വിശ്വാസത്തിൻ്റെ പാതയിൽ നയിച്ച് ആത്മസംതൃപ്തിയോടുകൂടി സ്വർഗീയനായി എന്നുള്ളതാണ് പാപ്പയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്.